ബർത്ത്ഡേയുടെ അന്ന് സത്യം പറഞ്ഞാൽ എല്ലാവർക്കും ഒരു തിരക്കായിരുന്നു കേട്ടോ. നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ ഇവിടെ വന്നിട്ട് ഒരു ഫംഗ്ഷനൊക്കെ നടത്താമെന്ന് പറയുമ്പോൾ വലിയൊരു കാര്യമല്ലേ. മക്കൾക്കാണെങ്കിലും അതായിട്ട് അങ്ങനെ തന്നെയായിരുന്നു. ഉച്ചയ്ക്കൊക്കെ അവർ ഉറങ്ങിയൊന്നുമില്ല. അവർ പറഞ്ഞു ഉച്ചോട്ടേ തുടങ്ങി നമുക്ക് അതൊക്കെ ഡെക്കറേറ്റ് ചെയ്യാം, അറേഞ്ച് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ആവട്ടെ, അവരുടെ ആഗ്രഹമല്ലേ. അപ്പം അങ്ങനെ ചെയ്ത് തുടങ്ങി. നമ്മൾ ഉച്ചയായപ്പോഴേക്കും ഒരുവിധം കഴിഞ്ഞു, ബലൂണൊക്കെ വീർപ്പിച്ച് സെറ്റ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ കൊറോണ പൊട്ടി തുടങ്ങി. ഈ അറേഞ്ച്മെൻറ്റ്സിനുള്ള ഈ ബാനറും എല്ലാം ഞാൻ ഓർഡർ ചെയ്ത ഫ്ലിപ്കാർട്ടിൽ നിന്ന് കേട്ടോ. ഇവിടെ ആണെങ്കിൽ 7 മണിക്കുള്ള പരിപാടിക്ക് 2 മണിയാകുമ്പോഴേക്കും എല്ലാം അറേഞ്ച് ചെയ്തെല്ലാം കഴിഞ്ഞു കേട്ടോ. പിന്നെ ഒരു 5-5:30 ആയപ്പോഴേക്കും പിള്ളേരും ഡ്രസ്സൊക്കെ മാറി, നമ്മളും ഡ്രസ്സൊക്കെ മാറി. പിന്നെ നമ്മൾ ടേബിളൊക്കെ അറേഞ്ച് ചെയ്തു, ചോക്ലേറ്റ്സ് അതുപോലെ തന്നെ നമ്മൾ റിട്ടേൺ ഗിഫ്റ്റൊക്കെ വെച്ച് എല്ലാം സെറ്റ് ചെയ്തു കേട്ടോ. പിന്നെ 5:30-6 മണിയൊക്കെ ആയപ്പോഴേക്കും ചേട്ടൻ പോയിട്ട് കേക്കൊക്കെ മേടിച്ച് വന്നു. കേക്ക് കണ്ടപ്പോൾ തന്നെ ധ്രുവയുടെ കണ്ണൊക്കെ തള്ളി. ഭയങ്കര ഇഷ്ടമായിട്ട് അവൾക്ക് പിങ്ക് കളറോട് ഭയങ്കര ഇഷ്ടം. ദച്ചുസിനും അതെ. ദച്ചു ശരിക്കും ചേച്ചീനെ എന്താ പറയുക ഫോളോ ചെയ്യുക എല്ലാ കാര്യത്തിലും. ചേച്ചിക്ക് എന്താണ് ഇഷ്ടം അവൾക്കും അത് തന്നെ ഇഷ്ടം, ചേച്ചി എന്താണ് ചെയ്യുന്നത് അവളും അത് തന്നെ ചെയ്യുന്നത്. അങ്ങനെ ഒരു ഇതാട്ടോ അവർ രണ്ടുപേരും തമ്മിൽ. അവരുടെ ബോണ്ട് ഒരു പ്രത്യേക തരാട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇവളുടെ ഫ്രണ്ട്സൊക്കെ ഒരു 7 മണിയാകുമ്പോഴേക്കും വന്നു തുടങ്ങി. കുറേ ഫ്രണ്ട്സൊക്കെ നാട്ടിലായിരുന്നു കേട്ടോ. അപ്പോൾ അവരൊന്നും നമുക്ക് വിളിക്കാൻ പറ്റില്ലല്ലോ, നാട്ടിൽ പോയി വെക്കേഷനല്ലേ. അപ്പോൾ ഉള്ളവരൊക്കെ നമ്മൾ വിളിച്ചു. ഉള്ളവർക്കൊക്കെ റിട്ടേൺ ഗിഫ്റ്റും എല്ലാം അറേഞ്ച് ചെയ്തിരുന്നു നമ്മൾ. പിള്ളേരൊക്കെ വന്നപ്പോൾ തൊട്ട് ധ്രുവ എന്താ പറയുക വേറൊരാളാന്ന് തന്നെ പറയാം. കാര്യം കുറച്ചുകൂടെ സൈലൻ്റായി. ഫസ്റ്റ് കാണുമ്പോൾ അങ്ങനെയാണല്ലോ ഫ്രണ്ട്സൊക്കെ വന്നു തുടങ്ങിയോ. പിന്നെ സെറ്റായി, കളിയായി, കാര്യങ്ങളായി. അവർ ധ്രുവക്കുട്ടിയുടെ ഒരുവിധം ഫ്രണ്ട്സൊക്കെ തന്നെയാണ്, സെയിമാണ് ദച്ചുസിൻ്റെ ഫ്രണ്ട്സ് കേട്ടോ. ദച്ചുസിന് ഇവിടെ അങ്ങനെ പറയത്തൊക്കെ കുറേ ഫ്രണ്ട്സൊന്നുമില്ല. ഇതൊക്കെ ധ്രുവയുടെ സ്കൂളിലുള്ള ഫ്രണ്ട്സ് കേട്ടോ. സ്കൂളിലുള്ള ഫ്രണ്ട്സ്, സ്കൂൾ ബസ്സിൽ. പിന്നെ നമ്മുടെ ഈ അപ്പാർട്ട്മെൻറ്റിലുള്ളവർ തന്നെയാണ്. ഒന്ന് അങ്ങോട്ട് മാറി അവരുടെ വീടായി, ഒന്ന് അപ്പുറം ഇപ്പുറം തന്നെയാണ് ഈ ഫ്രണ്ട്സിൻ്റെ ഒക്കെ വീട്. അതുകൊണ്ട് തന്നെ പ്രശ്നമില്ല. അവരൊക്കെ 7 മണിയാകുമ്പോഴേക്കും വന്നു കേട്ടോ. പിന്നെ ചേട്ടൻ്റെ ഫ്രണ്ട്സിൻ്റെ 2 പേരെ ഇൻവൈറ്റ് ചെയ്തിരുന്നു, മലയാളികളെ. അപ്പോൾ അവർ വരാനും നമ്മൾ വെയിറ്റ് ചെയ്ത് കുറേ ആയപ്പോഴേക്കും പിന്നെ പിള്ളേരൊക്കെ വന്നു തുടങ്ങിയില്ല. അവർക്കും നേരത്തിന് വീട്ടിലേക്ക് പോകേണ്ടതല്ലേ വെച്ചിട്ട് നമ്മൾ വേഗം കേക്ക് കട്ട് ചെയ്യാനൊക്കെ തുടങ്ങി കേട്ടോ. കേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ അവർക്ക് സ്നാക്സൊക്കെ കൊടുത്തു. നമ്മൾ സ്നാക്സൊക്കെ അറേഞ്ച് ചെയ്തിരുന്നു. കുട്ടികൾക്ക് ലേസിൻ്റെ ചെറിയ പാക്കറ്റ്, അതുപോലെ തന്നെ ജ്യൂസ്, ഇതിങ്ങനെയൊക്കെയാണ് നമ്മളിവിടെ കൊടുക്കാറ് കേട്ടോ. പിന്നെ കേക്ക്, പിന്നെ റിട്ടേൺ ഗിഫ്റ്റ്, ഇങ്ങനെയാട്ടോ നമ്മളിവിടെ കൊടുക്കാറ്. അപ്പോൾ അവർ കേക്കൊക്കെ കഴിച്ച് പിന്നെ കുറച്ച് നേരം കളിച്ച് എല്ലാം കഴിഞ്ഞപ്പോൾ ഒരു 8:45 ഒക്കെ ആയപ്പോഴേക്കും പിള്ളേരൊക്കെ പോയി തുടങ്ങി. അത് കഴിഞ്ഞിട്ടാട്ടോ ചേട്ടൻ്റെ ഫ്രണ്ട്സ് വന്നത്. അപ്പോൾ അവരെയും കൂടെ വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ നന്നായേനെ. പിന്നെ അവരൊക്കെ ഫ്രണ്ട്സൊക്കെ വന്നതിന് ശേഷം ചേട്ടൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നിട്ട് നമ്മൾ അവർക്ക് ഫുഡൊക്കെ അറേഞ്ച് ചെയ്തിരുന്നു. ഫുഡൊക്കെ കഴിച്ചു. പിന്നെ എല്ലാവരും കൂടെ വർത്താനം പറഞ്ഞിരിപ്പായി. പിന്നെ പിള്ളേരെ കളിക്കലായി. ചേട്ടൻ്റെ ഫ്രണ്ടിൻ്റെ മോനും ധ്രുവക്കുട്ടിയും സെയിം ക്ലാസ്സിലാട്ടോ. പിന്നെ കളിക്കലായി, പിന്നെ തിരക്കായി. ഫുഡ് നമ്മളിവിടെ ഹൈദരാബാദിൽ തന്നെ ഒരു പെപ്പർ ഗീ എന്ന് പറഞ്ഞൊരു കേരള റെസ്റ്റോറൻറ്റ് ഉണ്ട് കേട്ടോ. അവിടെ നാട്ടോ അറേഞ്ച് ചെയ്തിരുന്നത്.